ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയ ഗാസ സിറ്റിയിൽ സ്ഥിതി അതീവ ഗുരുതരം. കര-വ്യോമ ആക്രമണങ്ങളുടെ മരണപ്പെയ്ത്തിനിടെ സിറ്റിയിൽ ഉൾപ്പെടുന്ന വടക്കൻ ഗാസയിലുടനീളം മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ സഹായം അഭ്യർത്ഥിക്കാനോ ആശയവിനിമയത്തിനോ പറ്റാത്ത വിധം ഇവിടുത്തുകാർക്ക് പുറം ലോകവുമായുള്ള ബന്ധം മുറിഞ്ഞിരിക്കുകയാണ്. കരയുദ്ധം തുടങ്ങിയതിന്റെ 3-ാം ദിനമായ വ്യാഴാഴ്ച ഗാസ സിറ്റിയുടെ കൂടുതൽ ഭാഗങ്ങളിൽ ഇസ്രായേലിന്റെ യുദ്ധ ടാങ്കുകൾ എത്തിയിരുന്നു. സിറ്റിയുടെ കിഴക്കൻ മേഖല നേരത്തെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സിറ്റിയുടെ ഹൃദയഭാഗത്തേക്കും പടിഞ്ഞാറൻ മേഖലകളിലേക്കും സൈന്യം നടപടി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെൽ അൽ ഹവായിലും ഷൈഖ് റദ്വാനിലും രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. സിറ്റിയിലെ 10 ലക്ഷം പേരെയും നിർബന്ധിച്ച് കുടിയിറക്കിയ ശേഷം ഹമാസുകാരുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ് സൈന്യത്തിന്റെ ലക്ഷ്യം. ഹമാസിന്റെ ശക്തി കേന്ദ്രമായ ഗാസ സിറ്റിയിൽ 3000-4000 ഹമാസുകാരുണ്ടെന്നാണ് ആരോപണങ്ങൾ. ബുധനാഴ്ച മാത്രമുണ്ടായ ആക്രമണങ്ങളിൽ സിറ്റിയിൽ 35 പേർ കൊല്ലപ്പെട്ടു. 25 മണിക്കൂറിനിടെ പോഷകാഹാരക്കുറവിനാലും 4 മരണമുണ്ടായി. അതിനിടെ റിയൽ എസ്റ്റേറ്റിന് സാധ്യതയുള്ള വിളനിലമാണ് ഗാസയെന്ന് ഇസ്രായേൽ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് വ്യക്തമാക്കി. ഗാസയെ എങ്ങനെ വിഭജിക്കാമെന്ന കാര്യത്തിൽ താൻ US നേതൃത്വവുമായി സജീവ ചർച്ച നടത്തുന്നുണ്ടെന്നും പറഞ്ഞു. പാലസ്തീൻകാരെ പുറത്താക്കി ഗാസയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള ഗാസ പുനർനിർമ്മാണ പദ്ധതി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കാനും ഉപരോധം പിൻവലിപ്പിച്ച് പ്രദേശത്തെ പട്ടിണിയിൽ നിന്നും രക്ഷിക്കാനും ലക്ഷ്യമിട്ട് പാലസ്തീനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര ചിന്തകരായ ലോകത്തെ എല്ലാ മനുഷ്യരും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ആഗോളതലത്തിൽ പ്രതിഷേധിക്കണമെന്ന് ഹമാസ് ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ നവംബർ മുതൽ വെടിനിർത്തൽ നിലവിലുള്ള ലെബനന്റെ തെക്കൻ മേഖലയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇവിടത്തെ 3 മേഖലകളിലുള്ളവരോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചിരുന്നു. ഗാസയിൽ ആകെ മരണം 65,141 മാറിയിരിക്കുകയാണ്. അതേസമയം വ്യാഴാഴ്ച വെസ്റ്റ് ബാങ്കിനും ജോർദാനും ഇടയിലുള്ള അൽബി ക്രോസിംഗിന് സമീപം നടന്ന വെടിവയ്പിലും കുത്തേറ്റും 2 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. ഗാസ മുനമ്പിലേക്ക് പോകുന്ന മാനുഷിക സഹായ ട്രക്ക് ഓടിച്ചിരുന്ന ജോർദാനിയനായിരുന്നു അക്രമി. ഗാസ മുനമ്പിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന ഒരു ട്രക്ക് ഓടിച്ചാണ് കുറ്റവാളി ജോർദാനിയൻ ഭാഗത്തു നിന്നും ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ അൽബി ക്രോസിംഗിൽ എത്തിയത്. ട്രക്ക് പരിശോധിക്കുന്നതിന് മുൻപ് അയാൾ ഒരു കൈത്തോക്ക് ഉപയോഗിച്ച് ക്രോസിംഗിലെ സൈനികർക്ക് നേരെ വെടിയുയർത്തിയതായി പ്രാഥമിക സൈനിക അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് അയാൾ ട്രക്കിൽ നിന്ന് ഇറങ്ങി തോക്ക് കുടുങ്ങിയതായി തോന്നിയതിനെ തുടർന്ന് 2 സൈനികരെയും ആവർത്തിച്ച് കുത്തി. ക്രോസിംഗിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അയാൾക്ക് നേരെ വെടിയുതിർക്കുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. കൊല്ലപ്പെട്ട സൈനികരുടെ പേര് ജെറുസലേമിൽ നിന്നുള്ള സിവിൽ അഡ്മിനിസ്ട്രേഷനിൽ റിസർവ് വിസ്റ്റായ 68-കാരനായ ലഫ്റ്റനന്റ് കേണൽ IDFന്റെ ടെവൽ ഇന്റർനാഷണൽ കോ ഓപ്പറേഷൻ യൂണിറ്റിലെ വിദേശ സേനകളുമായുള്ള ലൈസൺ ഓഫീസർ ടെൽ മോണ്ടിൽ നിന്നുള്ള 20-കാരൻ എന്നിവരാണ് ആക്രമണത്തിനിരയായത്. ആക്രമണം നടന്ന സ്ഥലത്ത് സുരക്ഷാ സേന ഭീകരനെ നിർവീര്യമാക്കിയതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിക്കുകയും ചെയ്തു. കൂടുതൽ സംശയിക്കപ്പെടുന്നവർക്കായി സൈന്യം പ്രദേശത്ത് സ്കാൻ നടത്തുന്നുണ്ടെന്നും അടുത്തുള്ള വെസ്റ്റ് ബാങ്ക് പട്ടണമായ ജെറിക്കോയെ ഹ്രസ്വമായി വളഞ്ഞിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. 1 മണിക്കൂറിന് ശേഷം IDF നഗരത്തിലെ ഭാഗിക അടച്ചുപൂട്ടൽ പിൻവലിച്ചു. ആക്രമണകാരി ജോർദാൻ പൗരനാണെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ജോർദാന്റെ പ്രേരണയാണ് ആക്രമണത്തിന് കാരണമെന്നും ആരോപിച്ചു. ഗാസയ്ക്ക് മാനുഷിക സഹായം ഇസ്രായേൽ നൽകുന്നു. തീവ്രവാദികൾ ഇസ്രായേലികളെ കൊല്ലാൻ ഇത് ഉപയോഗപ്പെടുത്തുന്നെന്നും വിദേശകാര്യ മന്ത്രാലയം എഴുതി. ഗാസയിലേക്ക് മാനുഷിക സഹായ ട്രക്ക് ഓടിക്കേണ്ടിയിരുന്ന ഒരു ജോർദാനിയൻ അലൻബി അതിർത്തി കടന്ന് 2 ഇസ്രായേലികളെ കൊലപ്പെടുത്തിയെന്നും മന്ത്രാലയം എക്സിൽ അസാധാരണമായ വൃത്തികെട്ട ഭാഷയിൽ എഴുതുകയും ചെയ്തു. ജോർദാനിലെ നീചമായ പ്രകോപനത്തിന്റെ മറ്റൊരു ഫലമാണിത്. ഹമാസിന്റെ നുണപ്രചരണത്തിന്റെ പ്രതിധ്വനിയുടെ ഫലമാണിത്. അതിർത്തിക്കപ്പുറത്ത് അലൻബി ക്രോസിംഗിൽ ഒരു സുരക്ഷാ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ജോർദാൻ നിരീക്ഷിച്ചു വരികയാണെന്നും ജോർദാൻ സർക്കാർ വക്താവ് മുഹമ്മദ് അൽ മൊമാമി പറഞ്ഞു. വ്യാഴാഴ്ച വൈകുന്നേരം ഒരു പ്രസ്താവനയിൽ ഓർഡർ ക്രോസിംഗിന്റെ ഇസ്രായേൽ ഭാഗത്ത് നടന്ന വെടിവയ്പ് സംഭവത്തെക്കുറിച്ച് രാജ്യത്തിന്റെ സുരക്ഷാ സേവനങ്ങൾ അന്വേഷണം ആരംഭിച്ചതായി ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ജോർദാന്റെ താൽപര്യങ്ങളുടെയും ഗാസ മുനമ്പിലേക്ക് മാനുഷിക സഹായം എത്തിക്കാനുള്ള അവരുടെ കഴിവിന്റെയും ലംഘനമായ ജോർദാൻ ആക്രമണത്തെ അപലപിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.